ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാം, എന്നാൽ അത്ര തന്നെ ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശം ഒരു 20% ആളുകൾക്കൊക്കെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാം. പക്ഷെ എന്നാലും ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇന്നും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടാണ് എന്നൊക്കെ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഇൻഫ്ലേഷനെ മറികടന്ന് നമുക്കൊരു റിട്ടേൺസ് ലഭിക്കുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോ കാണണം എന്നില്ല, കാരണം അത്രയും ലളിതമായിട്ടാണ് ഞാനിതിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ നിർബന്ധമായും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർത്തും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ബാങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, KSF, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ത്യയിൽ, അതല്ലാതെയും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ട്. വാട്ട് ഈസ് ദ മ്യൂച്വൽ ഫണ്ട്? എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിച്ചാൽ, ഒരുപാട് എന്നെയും നിങ്ങളുടെയും പോലെയുള്ള ഒരുപാട് ആളുകളുടെ നിക്ഷേപം ഒരുമിച്ച് കൂട്ടി ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. എന്നെയും നിങ്ങളുടെയും പോലെയുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒരുമിച്ച് കൂട്ടി ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യിക്കുന്ന ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1964 ഇത് നിയന്ത്രിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 64 അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. 1987 പബ്ലിക് സെക്ടറിൽ നിന്നും ഒരു മ്യൂച്വൽ ഫണ്ട് വന്നത്. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ പബ്ലിക് സെക്ടറിൽ നിന്നും കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 1993 പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ആദ്യമായി ഒരു മ്യൂച്വൽ ഫണ്ട് കൂടി എത്തി. അതാണ് ഇന്ത്യയിലെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ചെറുതായിട്ട് പറയാനുള്ളത്. എന്നാൽ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ എന്താണ് ഗുണം ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ചെറിയൊരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു ദീർഘവീക്ഷണമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാവി അഥവാ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം അയാൾക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ പൈസ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റ് കിട്ടുക നോക്കാം. ഞാൻ പറയാം, ഒരു ചെറുപ്പക്കാരൻ ഒരു 20ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുകയാണ്, ജോലി തുടങ്ങുകയാണ്. അദ്ദേഹം 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ജോലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു 50 വർഷം കഴിഞ്ഞ് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്ത് എനിക്ക് എങ്ങനെ ഒരു വരുമാനം കിട്ടും? അതിനുവേണ്ടി അദ്ദേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗങ്ങളുണ്ട്. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റു മാർഗങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, അത്രത്തോളം റിട്ടേൺസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അദ്ദേഹം അപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു 3000 രൂപ അദ്ദേഹം എല്ലാ മാസവും അദ്ദേഹം ഒരു മ്യൂച്വൽ ഫണ്ടിൽ 30 വർഷത്തേക്ക്, അദ്ദേഹത്തിൻ്റെ 50 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം 3000 രൂപ വെച്ച്, അഥവാ ദിവസം 100 രൂപ വെച്ച്, മാസത്തിൽ 3000 രൂപ വെച്ച് ഏതെങ്കിലും ഒരു 14%
റിട്ടേൺസ് ലഭിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ അദ്ദേഹം പണം നിക്ഷേപിക്കുകയാണെങ്കിൽ 3000 രൂപ വെച്ചാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. 14% റിട്ടേൺസ് ലഭിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നതെങ്കിൽ 30 വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ടോട്ടലായിട്ട് അടക്കുന്ന പൈസ എന്ന് പറയുന്നത് 10,80,000 രൂപയാണ്. എന്നാൽ അദ്ദേഹത്തിന് റിട്ടേൺസ് അഥവാ 30 വർഷം കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1,66,71,167 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് SIP കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഇത് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കേസാണ്. ഇത് അദ്ദേഹം ഒരു ബാങ്കിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ടോട്ടലായിട്ട് അടക്കുന്ന പൈസ എന്ന് പറയുന്നത് 10,80,000 രൂപയാണ്. എന്നാൽ അതിൽ നിന്നൊരു 6% റിട്ടേൺസ് ലഭിച്ചാൽ വളരെ കുറച്ച് പൈസ മാത്രമേ ബാങ്കിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ലഭിക്കുള്ളൂ. പക്ഷെ അപ്പോഴാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര വലിയ ഒരു എമൗണ്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം നേരെ മറിച്ച് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 3000 രൂപ വെച്ചിട്ടുള്ളൊരു കണക്കാണ്, എല്ലാ മാസവും 3000 രൂപ വെച്ച് നിക്ഷേപിക്കുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് സാലറി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മാസം കഴിയുമ്പോൾ ചെറിയ എമൗണ്ട് കൂടും. അങ്ങനെയാണെങ്കിൽ 10% വെച്ച് 3000ന്റെ 10% വെച്ച് അദ്ദേഹം എല്ലാ മാസവും കൂട്ടി അടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര രൂപ ഈ 30 വർഷം കൊണ്ട് അദ്ദേഹത്തിന് 50 വയസ്സാകുമ്പോഴേക്ക് എത്ര രൂപ കിട്ടും എന്ന് നമുക്ക് നോക്കാം. 10% വെച്ച് അദ്ദേഹം കൂട്ടി അടക്കുകയാണെങ്കിൽ 14% റിട്ടേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 30 വർഷം കൊണ്ട് അദ്ദേഹം ടോട്ടലായി അടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 59,21,785 രൂപയാണ് അദ്ദേഹം ടോട്ടലായിട്ട് അടക്കുക. പക്ഷെ അദ്ദേഹത്തിന് 30 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് റിട്ടേൺ ആയി ലഭിക്കുന്നത് 3,75,06,408 രൂപയാണ്. അദ്ദേഹത്തിന് 30 വർഷം കഴിഞ്ഞ് 50 വർഷം ആകുമ്പോൾ 50 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്ര മാറ്റമാണ് ഇവിടെ വന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊരു മാജിക് അല്ല, ഇത് ഒരു കോമ്പൗണ്ടിങ് ആണ്. റോബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ലോകത്തെ 8ാമത്തെ അത്ഭുതമാണ് ഈ കോമ്പൗണ്ടിങ് എന്നാണ്. ഈ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് ഇവിടെ നടന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇനിയുള്ള വീഡിയോകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം നമുക്ക് ഇന്ത്യയിലും അമേരിക്കയിലും ഈ മ്യൂച്വൽ ഫണ്ട് എത്ര വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഈ ഇന്ത്യയിൽ വരുന്നത് 61 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ 2,700 ലക്ഷം കോടിക്ക് മുകളിലാണ് ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നത്. 44 AMCകളാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അമേരിക്കയിലാണെങ്കിൽ 100ന് മുകളിൽ AMCകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളത് നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് 2,300 എബോ മ്യൂച്വൽ ഫണ്ട് സ്കീംസുകളാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അമേരിക്കയിലുള്ളത് 7,500 എബോ, അതിന് മുകളിലാണ് നമുക്ക് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ അത്ര വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ദീർഘനാളത്തേക്ക് അഥവാ ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ചാൽ വലിയ റിട്ടേൺസ് ലഭിക്കുന്ന ഒന്നാണ്. ഏതൊരു സാധാരണക്കാരനും 500 രൂപ വെച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാനാണെങ്കിൽ വീട് വെക്കാൻ, വിവാഹത്തിനാണെങ്കിൽ വിവാഹത്തിന്, റിട്ടയർമെൻറ്റിനാണെങ്കിൽ റിട്ടയർമെൻറ്റിന്, അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി മ്യൂച്വൽ ഫണ്ടിൽ ഏതൊരു സാധാരണക്കാരനും ചെറിയ പൈസ നിക്ഷേപിച്ചാൽ നമുക്ക് ആ ലക്ഷ്യം നേടാനാകുന്ന ആ വർഷം വലിയ റിട്ടേൺസ് നമുക്ക് ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കാരണം ഇനിയുള്ള വീഡിയോകളൊക്കെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് വരുന്നത്. അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഷാജാൻ പൊന്നെ, സൈനിങ് ഓഫ്.